പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. ക്വാറം തികയാത്തതാണ് കാരണം. അത് അവിടുത്തെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിക്കും. ഞങ്ങൾ ജനങ്ങളോട് പറയും CPM മെമ്പർമാരോട് പറഞ്ഞിട്ട് അവരാണോ പരിഹരിച്ചു തരുന്നത്? എന്തിന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയാത്തത്. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് ആണുള്ളത് ഈ അവസരത്തിൽ. നിങ്ങളത് തീർച്ചയായിട്ടും അതൊരു സപ്പോർട്ട് ചെയ്യണം. കാരണം ഇന്നിപ്പോ നാട് മുഴുവൻ, അതായത് ക്യാമ്പസ് രാഷ്ട്രീയം പോയി കോമ്പസ് രാഷ്ട്രീയമായി, ആനക്കലി പോയി ആനക്കൊലയായി, കർഷകരും കർഷക തൊഴിലാളികളും കഷ്ടപ്പെടുന്നു. തെരുവില് ഗുണ്ടകളും അതുപോലെ തെരുവ് പട്ടികളും കയ്യേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട മുഖ്യമന്ത്രി ബ്രൂവറിയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് സംരക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ പാലക്കാട് എലപ്പുള്ളിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതാണ്. LDF നൽകിയ അവിശ്വാസ പ്രമേയമാണ്. അത് എടുക്കാതെ പോയത്. പാലക്കാട് ഈ പറയുന്ന അവിടെ ഈ ബ്രൂവറിക്ക് വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ എതിർപ്പൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പഞ്ചായത്ത് കട്ടയ്ക്ക് എതിർത്ത് നിൽക്കുകയായിരുന്നു. അതിനെ തുടർന്ന് നേർക്കുനേർ കാരണം മദ്യനിർമ്മാണശാല എതിർക്കുന്നതല്ല എങ്കിൽ കൂടിയും LDF അവിശ്വാസ പ്രമേയം നൽകുകയായിരുന്നു. പഞ്ചായത്ത് ഭരണം മദ്യനിർമ്മാണ കമ്പനിക്ക് അനുകൂലമായി അട്ടിമറിക്കുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്തായാലും LDF നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല. അതിന് കാരണം ക്വാറം തികയാത്തതാണ്. UDF BJP അംഗങ്ങൾ അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. അതൊരു രാഷ്ട്രീയ തന്ത്രമാണോ എന്നറിയില്ല. നിഖിൽ പരമേശ്വരിലേക്ക് പോകുന്നു. നിഖിൽ, എന്ന് പറഞ്ഞാൽ ഈ അവിശ്വാസ നീക്കം പാളിയെന്നും പറയാൻ കഴിയില്ല. അത് ചർച്ചയ്ക്കെടുക്കാൻ കഴിയാത്ത വണ്ണം UDF BJP അംഗങ്ങൾ വിട്ടുനിന്നത് അതൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നോ നിഖിൽ? ഹഷ്മി, അത് ഈ അവിശ്വാസം ചർച്ചയിലേക്ക് പോലും എത്തില്ല എന്ന് CPM അംഗങ്ങൾക്കറിയാം. പിന്നെ എന്തിനാണ് അവിശ്വാസം നൽകിയത് എന്നുള്ള ചോദ്യം ആണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നത്. 8 അംഗങ്ങളുള്ള CPMന് ഈ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കണമെങ്കിൽ പോലും 11 പേരുടെ പിന്തുണ വേണം. സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, കോൺഗ്രസിൽ നിന്ന് 2 പേരുടെ പിന്തുണ ലഭിക്കും. ഒരുപക്ഷെ BJPയും ഈ അവിശ്വാസത്തെ പിന്തുണച്ചേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. 11 പേരുണ്ടെങ്കിലേ ചർച്ചയ്ക്കെടുക്കാനും 12 പേരുണ്ടെങ്കിലേ ഈ അവിശ്വാസം പാസ്സാക്കാനും സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അതിനുള്ള സാഹചര്യം പോലും എലപ്പുള്ളി പഞ്ചായത്തിൽ ഇന്നിപ്പോൾ CPMന് ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസും BJPയും ഈ അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതോടുകൂടി ആ ചർച്ചയിലേക്ക് പോലും പോകാതെ ഈ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രധാനമായും ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ 4.5 വർഷക്കാലം ഉണ്ടായിട്ടും ഇതുവരെ അവിശ്വാസം നൽകാത്ത CPM പെട്ടെന്ന് ഈ ബ്രൂവറി വിഷയം ഉണ്ടായപ്പോൾ മാത്രം അവിശ്വാസം നൽകിയതിലെ ഇരട്ടത്താപ്പിനെയാണ് അവർ ചോദ്യം ചെയ്തത്. നമുക്കറിയാം 8-9 എലപ്പുള്ളി പഞ്ചായത്തിലെ കക്ഷിനില. 8 CPM അംഗങ്ങൾ, 9 കോൺഗ്രസ്. സ്വാഭാവികമായിട്ടും ഇക്കാലയളവിലെല്ലാം ഒരു അവിശ്വാസം കൊണ്ടുവരാനുള്ള സാധ്യത അവരുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ അവിശ്വാസം കൊണ്ടുവരാതെ ഈ അവസാന ഘട്ടത്തിൽ ബ്രൂവറി വിഷയം സജീവമായി ഉയർന്നു വന്ന ഘട്ടത്തിൽ അവിശ്വാസം കൊണ്ടുവന്നത് ഈ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ് എന്നുള്ള തരത്തിലാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. എന്തായാലും ആ അവിശ്വാസ നീക്കം പാളിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസവും ഉണ്ട്. അതും സമാന തരത്തിൽ തന്നെ അതും തള്ളിപ്പോകാനാണ് സാധ്യത. അതും ചർച്ചയിലേക്ക് പോലും എത്തില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തായാലും എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതിയെ താഴെ ഇടുകയെന്ന CPMന്റെ നീക്കം പാളിയിരിക്കുന്നു. BJP സംസ്ഥാന തലത്തിൽ തന്നെ സ്വീകരിച്ച ഒരു നിലപാട് LDFും UDFും കൊണ്ടുവരുന്ന അവിശ്വാസങ്ങളെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരുന്നു അവർ കൈക്കൊണ്ടിരുന്നത്. ആ നിലയ്ക്ക് തന്നെ അവർ മുന്നോട്ട് പോയി. അവിടെയാണ് CPMനെ പിഴച്ചത്. എന്തായാലും BJPയുടെ പിന്തുണയും കിട്ടിയില്ല. കോൺഗ്രസിലെ ആരുടെയും പിന്തുണ ഉറപ്പാക്കാനും കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് CPM കൊണ്ടുവന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ അവിശ്വാസം തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഹാഷ്മി.